ബോംബെയിൽ പോവാണ്. ഞാൻ ആക്ച്വലി ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ അങ്ങനെ ഫ്ലൈറ്റിനകത്തൊന്നും അങ്ങനെ അധികം എടുക്കാറില്ല കേട്ടോ. ബിക്കോസ് അത് എപ്പോഴും റിപ്പീറ്റായിട്ട് തോന്നും. പിന്നെ അമ്മൂൻ്റെ കൂടെ പോകുന്നു. ദിസ് ഇസ് വിസ്താര. നമ്മൾ അധികം അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. ഞാൻ ആകെപ്പാടൊരു 3-4 ട്രെയിൻസ് ഞാൻ ട്രാവൽ ചെയ്തിട്ട്. വിസ്താര ഫ്ലൈറ്റ്സ് ഉണ്ട്, ട്രിവാൻഡ്രം, ബോംബെക്കുണ്ട് ആൻഡ് ഡൽഹിക്കുണ്ട്. വേറെ എങ്ങോട്ടും ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഞാനെപ്പോഴും ഡൽഹി പോയില്ല. അഹമ്മദാബാദ് പോയപ്പോൾ വയ ഡൽഹിയായിരുന്നു പോയിട്ട് വിസ്താരയിൽ പോയി. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെയോ പോയപ്പോൾ അതും വിസ്താര ഏർലി മോർണിംഗ് നേരം എടുത്ത് തുടങ്ങി. എനിക്ക് വെളുപ്പാങ്കാലത്ത് ഉറക്കം നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ലൈക്ക് 4:30 അലാം വെച്ച് എണീറ്റ് റെഡിയായി ഗെറ്റിംഗ് റെഡി ആൻഡ് rushing to the airport. And വിസ്താരയുടെ ഒരു പ്രോബ്ലം എക്സാക്ട്ലി 1 hour ബിഫോർ ദ ഫ്ലൈറ്റിലെ ഒരു കൗണ്ടർ ക്ലോസ് ചെയ്യും. ഇൻഡിഗോ ഒക്കെ ആണെങ്കിൽ ഒരു 5 യൂഷ്വലി നമ്മൾ എയർപോർട്ട് എത്തി നമ്മളകത്തോട്ട് കയറി വരാനൊക്കെ ചിലപ്പം ഇൻഡിഗോ നമ്മുടെ എക്സാക്ട്ലി 1 hour കുറച്ച് കഴിഞ്ഞായിരിക്കും നമ്മൾ അടുത്തോട്ട് വരുന്നത്. ഇത് വിസ്താര അങ്ങനെയല്ല. വിസ്താരയിലാണ് നമ്മൾ ടിക്കറ്റ് എപ്പോഴെങ്കിലും എടുക്കണമെങ്കിൽ ഓൾവേസ് ട്രൈ ടു ബി there in the airport before time. ഇൻഡിഗോ പോലെ നമ്മൾ അത്ര കൂളായിട്ട് ഇൻഡിഗോ 45 minutes ഒക്കെ ആണല്ലോ മോസ്റ്റ്ലി. ഇത് ബിഫോർ 1 hour. അപ്പോൾ ഇനി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടെങ്കിൽ അത് ഷെയർ വിത്ത് ഇവിടെ നമ്പർ. ഞാൻ ആക്ച്വലി ഫ്ലൈറ്റിൽ ഭക്ഷണം ഒന്നും അതൊന്നും ഞാൻ സാധാരണ കാണിക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ വിത്ത് അപ്പോൾ ഇച്ചിരി ബോറടിക്കുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. പലപ്പോഴും നമുക്ക് ട്രാവൽ വ്ളോഗ് നന്നായിട്ട് എടുക്കണം. മറ്റേ പിള്ളേരൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അവരാരെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഒന്നും ഫ്ലൈറ്റിൽ അധികം എടുക്കാത്തത്. സോ വെൽക്കം ടു മൈ ടുഡേയ്സ് ഒരു 2 trip vlog with അമ്മു. 2 day ആണ് 2 trip ഓർഡർ 2 day trip vlog with അമ്മു. മഷ്റൂം ഓംലെറ്റ് സൗണ്ട്സ് നൈസ്. ഈ രണ്ടും തമ്മിൽ ഞാനൊരു കൺഫ്യൂഷനിലാണ്. ഐ തിങ്ക് ആലു റസീവ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാറില്ല. അടുത്തതെത്തി. That's upmala, which is also very nice. Upmala. Any type of upmala. Yeah. You can eat the full vada. You don't like vada?
എന്നൊക്കെ വിചാരിച്ചാലും കുറേ നേരം ഫ്ലൈറ്റ് ഇരുന്ന് ഉറങ്ങിപ്പോയി. നല്ല സ്മൂത്ത് ഫ്ലൈറ്റായിരുന്നു, ലാൻഡ് ചെയ്തു. ഇനി ബാക്കി അങ്ങോട്ടൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിക്കാം. നല്ല ഫ്രഷ് ആയിട്ടുണ്ടല്ലേ. 4 മണിക്കൊക്കെ രാവിലെ ഉറക്കം എണീറ്റ് ഞാൻ രാത്രി ഉറങ്ങിയപ്പോൾ 12 മണി. അമ്മ നേരത്തെ പോയി ഉറങ്ങി, പക്ഷെ എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ ക്യൂ ഒക്കെ ചെയ്തിരുന്നത്. കാറിൽ കയറി ഇവിടെയൊക്കെ ഇറങ്ങി വന്നിട്ട് ലിഫ്റ്റിൽ കയറി ഒരു ബേസ്മെൻറ്റ് ലെവലിലോട്ട് വന്നൊക്കെയാണ് കാറിൽ കയറുന്നത്. നമ്മുടെ അവിടുത്തെ പോലെയല്ല. സുഖം. ലെറ്റ്സ് ഗോ. Saturday to I watched this series. റെയിൽവേ മെൻ എന്ന് പറഞ്ഞ സീരീസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണുമല്ലോ. ഞാൻ കണ്ടായിരുന്നു. ഞാൻ കാണാനുള്ള മെയിൻ കാരണം ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നമ്മൾ ഇറ്റ് ഹാപ്പൻ സമയം 84 നമ്മൾ കുറച്ച് യങ് ആയ ആ സമയത്തായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാമായിരുന്നു, എന്നാലും എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ലായിരുന്നു. ലൈക്ക് എന്താണ് സംഭവിച്ചത്. ഐ ജസ്റ്റ് ന്യൂ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, ധാരാളം ആൾക്കാർ മരിച്ചു, എന്തോ ഒരു ഫാക്ടറിയിലെ ഗ്യാസ് ലീക്ക് ഉണ്ടായി, അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. അപ്പം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോ വന്നപ്പോൾ, ഐ മീൻ സീരീസ് വന്നപ്പോൾ സോ ബാഡ്ലി വോണ്ടഡ് ടു വാച്ച്. ആൻഡ് ഇതിലൊരു ഫണ്ണി പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രാജഡി നടക്കുന്ന ആ ദിവസം കിച്ചുവിൻ്റെ ബ്രദറുണ്ട്, കണ്ണൻ ചേട്ടൻ. പുള്ളി ആർമിയിലായിരുന്നു. പുള്ളിക്ക് എന്ന് ഏതോ ഒരു ട്രാൻസ്ഫർ എന്തോ ആയിട്ട് ഈ ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് രാത്രി 1 മണിക്ക് മുമ്പായിട്ട് പുള്ളി ഇവരുടെ വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് ഞാനിവിടെ ഇറങ്ങിയെന്നും ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിലാണെന്നും നമ്മൾ കൊണ്ടുപോകാനുള്ള വണ്ടി ലേറ്റായെന്നും നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നും പുള്ളിയുടെ കൂടെ അപ്പോൾ വേറെ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള കൂടെയുള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഫോൺ കോൾ ഇവർക്ക് അന്ന് വന്നിരുന്നു രാത്രി 12-1 മണി സമയത്ത്, ആ സമയത്ത്. എന്നിട്ട് ഓക്കെ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ആണ് ഈ ഗ്യാസ് ലീക്കേജ് നടന്നിരിക്കുന്നത്. ആ ദിവസം നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആണ്. അപ്പോൾ പിറ്റേന്ന് പിന്നെ അത് ന്യൂസ് ആവുന്നു, പേപ്പറിൽ വരുന്നു. അപ്പോൾ കിച്ചുവിൻ്റെയൊക്കെ ഫാമിലി ഭയങ്കരമായിട്ട് പാനിക് ചെയ്തു. കാരണം കണ്ണൻ ചേട്ടൻ ലാസ്റ്റ് അവിടുത്തെ വിളിച്ചിട്ട് പിന്നെ ഇവർക്കൊരു വിവരമില്ല. പിന്നെ ആ ഹോൾ ഡേ ലൈക്ക് ഇവരുടെ പരിചയത്തിലുള്ള ആർമി ആൾക്കാരെല്ലാം വിളിക്കുന്നു, അന്വേഷിക്കുന്നു, എന്നിട്ടൊന്നും ഒരു തുമ്പും കിട്ടിയില്ല. പക്ഷെ പിന്നെ പിറ്റേന്ന് ഭാഗ്യത്തിന് ആ നെക്സ്റ്റ് ഡേ ഈവനിങ് എപ്പോഴും ആയപ്പോൾ പുള്ളി വേറെ ഏതോ ഒരു ക്യാമ്പിൽ അവരെത്തി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. എന്നാലും പുള്ളി ഒരു ക്ലോസ് ആയിട്ടുള്ള ആ ഒരു ട്രാജഡിയിൽ നിന്ന് ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട ഒരാളാണ്. വി സീ ദിസ് സീരീസ് വി റിയലി അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് വാസ്, എങ്ങനെ ആൾക്കാർ സ്ട്രഗിൾ ചെയ്ത്. ആൻഡ് ഇതിൽ ആർട്ടിസ്റ്റുകളൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മാധവനായാലും KK മേനോനായാലും ഇർഫാൻ ഖാൻ്റെ മോൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ് ലോട്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ പ്ലീസ് വാച്ച്. ഓക്കെ, നമ്മൾ ഇന്ത്യൻസ് അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു ഗ്യാസ് ട്രാജഡി നമ്മുടെ ഇന്ത്യയിൽ നടന്ന് എത്രയോ ആൾക്കാർ മരിച്ചത് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ ഇറ്റ്സ് ഗുഡ്. സോ വാച്ച് ഇറ്റ്. ഇത് അതിനുള്ള പ്രൊമോഷൻ അല്ല, ചുമ്മാ പറയുന്നുള്ളത് കണ്ടോളൂ. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് മുംബൈ. ബോംബെ രണ്ട് എക്സ്ട്രീംസ് ആണ്. ഭയങ്കര റിച്ചും ഇതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഇത് മെയിൻ സിറ്റിയുടെ മെയിൻ ഏരിയയിലാണ് സ്ലം കണ്ടില്ലേ. അത് ജസ്റ്റ് റോഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ലിറ്ററലി കാണാം ബാത്റൂം പൈപ്പുകളും എല്ലാം ഇങ്ങനെ ഓൾമോസ്റ്റ് റോഡിലൊക്കെ. ഭയങ്കര എക്സ്ട്രീംസ് ആണ് നമുക്കിവിടെ. ഇവിടെ ഇങ്ങനെ ഒരു സൈഡിൽ സ്ലമ്മും അതുപോലത്തതും കാണാം,
ഒരു സൈഡിൽ ഭയങ്കര റിച്ച്നെസ് പക്ഷെ നമ്മുടെ അവിടെ നമ്മൾ ഇത്രയും കാണുന്നില്ലല്ലോ. നമ്മളവിടെ ഓവർ റിച്ച്നെസ്സും ഇല്ല. കേരളത്തിൽ നമ്മളിതുപോലെ സ്റ്റം ഏരിയ കാണുന്നില്ല. നമ്മൾ ഹോട്ടലെത്തിയോ? ഇതാണോ ഹോട്ടൽ? എന്ത് പെട്ടെന്ന് ഹോട്ടലെത്തി. വെസ്റ്റ് ഇവിടെ ഇന്നിങ്ങനെ ഇവിടെ വന്നിരുന്നപ്പോൾ മിസ്സിങ് ഇഷാനി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇഷാനിയുടെ ലോറിയിലുള്ള ഒരു ഷൂട്ടിംഗ് വേണ്ടി ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇഷാനിയുടെ കൂടെ വരുമ്പോൾ ഞാനായിരിക്കും അവിടെയൊക്കെ പോയി സംസാരിക്കുന്നതും ചെക്കിങ് ചെയ്യുന്നതും. അമ്മയുടെ കൂടെ വരുമ്പോൾ പിന്നെ അമ്മ പോകും. എനിക്കിവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വെറുതെ ഇരിക്കാം. ബട്ട് ഐ സ്റ്റിൽ മിസ് ഇഷാനി. ഇറ്റ് ഈസ് വെരി സ്വീറ്റ് ട്രിപ്പ് വിത്ത് ഇഷാനി. ഈ ഹോട്ടലിൽ നിന്ന് നടന്ന് ഇച്ചിരി അങ്ങോട്ട് നടന്നിട്ട് ഇതിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഗേറ്റ് ഇറങ്ങിയ തൊട്ടപ്പുറത്തൊരു മോളുണ്ട്. അപ്പോൾ ഈ മോളാണെന്ന് തോന്നുന്നു, എൻ്റെ പേര് അതാണെന്ന് തോന്നുന്നു. സോ അന്ന് ഇഷാനെ ഞാനിവിടെ നടന്ന് ഇതിലേക്ക് നടന്ന് അപ്പുറത്തെ മോൾ ഇപ്പം ഞങ്ങൾ എൻ്റെ ഒരു വ്ളോഗിലുണ്ട്. സുഖം ഇവിടെ ഇരിക്കുന്നത് മിസ്. ഇന്നലെ ഞാൻ വരുന്നു എന്ന് പറയും. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷാനെ മനസ്സിലാവും വെരി സാഡ്. മനസ്സും എനിക്ക് മെസ്സേജൊക്കെ രാത്രി ഇട്ടേക്കുന്നത് ഞാൻ രാവിലെ കാണാൻ വേണ്ടി. മമ്മ ഐ മിസ് യു ഫോർ 1.5 days, കം ബാക്ക് സൂൺ. ദൈവം മിസ് യു. രണ്ടുപേർക്കും ചെറിയൊരു ജലദോഷവും ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉണ്ടെങ്കിൽ അവർ അതനുസരിച്ച് മരുന്ന് കൊടുക്കുകയും കുറച്ച് പാമ്പർ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. ഇത് ഞാൻ ഇല്ലെങ്കിൽ ലൈക്ക് ദേ ബി മിസ്സിങ് മീ. വെച്ചിട്ട് ഇന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഉറക്കം തോന്നിയിരിക്കുന്നു. ഫ്ലൈറ്റിൽ ഫുഡ് കഴിച്ച് എനിക്ക് വിശന്ന് തുടങ്ങി. എന്തെങ്കിലും ലൈറ്റായിട്ട് വാങ്ങി കഴിച്ചിട്ട് ഈ ഷൂട്ടിങ്ങിന് പോകാൻ പറ്റും. ഷൂട്ടിംഗ് എന്താണ് സിറ്റുവേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചെക്ക് ഇൻ ചെയ്യും. ലെറ്റ് സീ ഹൗ ആർ റൂംസ്. നമ്മുടെ വന്ന് താമസിച്ച റൂം ഐ കാൻറ്റ് റിമെമ്പർ ദ റൂം. ചില ഹോട്ടൽസൊക്കെ നമ്മൾ താമസിച്ചാലും മനസ്സിൽ ആ റൂം നിൽക്കത്തില്ല. ചില ഹോട്ടൽസിലാണെങ്കിൽ നമുക്ക് അതിങ്ങനെ മെമ്മറി കാണും. ഇതിൻ്റെയൊക്കെ റൂം ഐ കാൻറ്റ് റിമെമ്പർ. ബട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗുഡ് റൂം. ബാത്റൂമൊക്കെ അന്ന് നമ്മൾ താമസിച്ച വളരെ നല്ല ബാത്റൂമൊക്കെ ആയിരുന്നു. ഇന്നത്തെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. റൂം എത്തി. വെൽക്കം ടു അവർ റൂം. സോ നമ്മൾ കയറുമ്പോൾ തന്നെ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ദർ ഇസ് എ ബിഗ് വാഷ്റൂം. There's a tub. There's a nice wash basin. Actually, wash basinന്റെ സൈഡിൽ ഇങ്ങനെ ഒരു സ്പേസ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ലൈക്ക് ഇറ്റ്സ് നൈസ്. ഇങ്ങനെയും പുറത്തേക്ക് ഇറങ്ങാം, അങ്ങനെയും പുറത്തേക്ക് ഇറങ്ങാം. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇറ്റ്സ് ദ ബെഡ്റൂം. ഇതേ റൂമിലാണ് അമ്മയും ഇഷാനിയും പണ്ട് ഒരു ഷൂട്ടിന് വന്നപ്പോൾ തന്നെ. വാസ് ഇറ്റ് ദ സെയിം റൂം? ലൈക്ക് ദ സെയിം? ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ റൂം അല്ല. There's a bedroom. ഓ, ഇവിടെ 2 ഗ്രീൻ ആപ്പിൾ ഇരിപ്പുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. സോ നമ്മൾ എന്തായാലും ഗ്രീൻ ആപ്പിൾ കഴിക്കുന്നതായിരിക്കും. There's a desk. There's a nice couch actually. ഒരു namesake couch അല്ല. It's quite a nice couch. And there's a view. ബോംബെനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇത് നമ്മുടെ ഒരു 15th-16th ഫ്ലോറിലാണ്. അപ്പം കുറച്ചൊരു നല്ല വ്യൂ ആയിരിക്കും. അപ്പോൾ വരും, വ്യൂ കാണാം. അമ്മ അങ്ങോട്ട് പോയിക്കോ. നല്ല വ്യൂ. Pretty nice view. നല്ല. അന്ന് ഞാനും ഇഷാനി ഇത്രയും ഹൈറ്റിലല്ലായിരുന്നു, കുറച്ചുകൂടി താഴോട്ടായിരുന്നു. ഞാൻ റിമെമ്പർ. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ഇരുന്ന് എപ്പോഴും കുറേ നേരം ഇങ്ങനെ കാറുകൾ പോകുന്ന നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് കിയ നമ്മുടെ കിയ ഇല്ലേ, ഒത്തിരി കിയ കാർ ഇപ്പോൾ കാണാം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരുപാട് പേര് കിയ, അതും ബ്ലാക്ക് കിയ. എപ്പോഴും നമ്മളെപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാർ ശ്രദ്ധിക്കും. അതുകൊണ്ടായിരിക്കും പണ്ട് നമ്മൾ ഇന്നോവ പണ്ട് വർഷം ഇന്നോവ നമ്മൾ വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എവിടെ പോയാലും ഇന്നോവ. അതുപോലെ ഇപ്പൊ കിയ. ഞാനിങ്ങനെ ഞങ്ങളുടെ റൂം വെച്ച് താഴോട്ടാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് ഒരു ഗ്രീനറി. ബോംബെയിൽ ഒരുപാട് ഇങ്ങനെ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പക്ഷെ ദ പ്രോബ്ലം വിത്ത് ബോംബെ ഈസ് ഇറ്റ്സ് സോ എക്സ്പെൻസീവ്. ലൈക്ക് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതിന്റെ ഒരു സ്പേസിനായിരിക്കും ഇവിടെ നമ്മൾ അവിടെ കൊടുക്കുന്നതിന്റെ 4-5 ഇരട്ടി വിലയാ. പക്ഷേ യു വിൽ ബി ഗെറ്റിംഗ് എ സ്മോൾ സ്പേസ്. പക്ഷെ ഇങ്ങനത്തെ ഒരുപാട് നല്ല വ്യൂ ഉള്ള അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആൻഡ് ബോംബെ ജനറലി ഹാസ് എ വെരി ബ്യൂട്ടിഫുൾ സ്കൈ ലൈൻ. അപ്പൊ അത് നല്ല രസമാണ് കാണാൻ. ഈ വെജിറ്റേഷൻ ഒക്കെ സോ മച്ച് ലൈക്ക് കേരളമാണ് കേട്ടോ. ഞാനിവിടെ നിൽക്കുന്ന ചെടികള് ഈ വെറുതെ നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ വെറുതെ വേസ്റ്റ് ആയിട്ട് വളരുന്ന ചെടികളുണ്ടല്ലോ, അതൊക്കെ നോക്കുമ്പോൾ ഒക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ് ധാരാളം നമുക്ക് അങ്ങനെ കാണാൻ പറ്റി. ഈ വെജിറ്റേഷൻ ഇസ്
വെരി മച്ച് ലൈക്ക് ബിക്കോസ് വെതർ ഓൾമോസ്റ്റ് അതുപോലെയല്ലേ. നമ്മളൊരു കേരളത്തിന്റെ ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ. Just that air quality and all is much better in നമുക്ക് Kerala. കുറച്ചുകൂടെ വി ഹാവ് ടു ട്രിവാൻഡ്രം ആൻഡ് ഓൾ വി ഹാവ് എന്ത് നല്ല ഫ്രഷ് അടിപൊളി എയർ. Train. എവിടെ? Metro. മെട്രോ. ഓക്കേ. Bombay, I think, is very well connected by the metro. ഇത് ഈ ബിൽഡിംഗ് നോക്കാമോ, ഇറ്റ്സ് സോ ടോൾ. എന്താണോ എന്തോ പണി നടക്കുന്നേ ഉള്ളൂ. അത് എന്തോ ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. കാരണം പിന്നെ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് പോയാൽ ഭക്ഷണം കിട്ടാനൊക്കെ ലേറ്റ് ആയാലോ. ഞങ്ങൾക്ക് വിശപ്പ് വലിയ പ്രശ്നമാണ്. ലുക്സ് നൈസ്, ലുക്കുണ്ട്. വേഗം കുളിച്ചു റെഡിയായി. നമുക്ക് ഷൂട്ടിന് ഇറങ്ങാൻ സമയമായി. ഹായ്, അതാണ് അമ്മൂനോട് വന്നേക്കുന്ന അസിസ്റ്റൻറ്റ്. ടൈമായി ഓട്ടെ. ഞാൻ മേക്കപ്പൊക്കെ പതുക്കെ ഇട്ടൊക്കെ തുടങ്ങിയതാണ്, പിന്നെ ടൈം കിട്ടിയില്ല. അപ്പോൾ റെഡിയായി എന്ന് പറഞ്ഞൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങനെ ഇറങ്ങി. ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചു. എനിപ്പോൾ അവിടെ കണ്ടൊരു സൈറ്റ്, ഒരു ചെറിയ പെൺകുട്ടി നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെയർകേസാണ്. ഒരു സ്റ്റീൽ പാത്രത്തിൽ താഴെ നിന്ന് വെള്ളം കോരി മുകളിലോട്ട് കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഫാമിലി താമസിക്കുന്ന മുകളിലായിരിക്കും. അപ്പോൾ വെള്ളമൊന്നും അവിടെ കാണില്ലായിരിക്കും. താഴെ വന്ന് എടുത്തിട്ട് പോകണം. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത്രയും ഇങ്ങനെ കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ വെള്ളവും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സിറ്റി ഏരിയാസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്തത്. നമ്മളിങ്ങോട്ട് കയറി വന്നിരുന്ന ഉടനെ അസിസ്റ്റൻ്റ് കൂടെയും ചോദിച്ചു, മാഡം നാരിയൽ പാനി. അപ്പം പണ്ട് സിനിമകളിലൊക്കെ സിനിമാ നടിയായിട്ട് ആൾക്കാർ അഭിനയിക്കുമ്പോൾ സിനിമാ നടി സെറ്റിൽ പോകുമ്പോൾ സിനിമാ നടിയുടെ കൂടെ ഒരു അമ്മ കാണും. ഒരു എന്താ പറയുക എന്നുവെച്ചാൽ സെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയായിരിക്കും പറയണം, എടോ കരിക്കെടുത്തിട്ട് പാടും എന്നൊക്കെ പറയും. അപ്പോൾ നാരിയൽ പാനി എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ ചിരി വന്നു. അപ്പം എടുത്തുകൊണ്ട് പോകാൻ 2 എന്ന് പറഞ്ഞ ഒരുപാട് സിനിമയിലിരിക്കുന്നത്. സിനിമയിലൂടെയാണ് ഇങ്ങനെ സിനിമാ നടിയുടെ കൂടെ പോകുന്ന ഒരു അമ്മ ക്യാരക്ടറിന് മെയിൻലി ഒരു നെഗറ്റീവ് ടച്ചോട് കൂടിയായിരിക്കും കാണിക്കുന്നത്. വെച്ചാൽ ഈ മോളെ വെച്ചിട്ട് കുറേ സിനിമകൾ മോളുടെ ഇഷ്ടത്തിനല്ലാതെ ചെയ്യിപ്പിക്കുന്നു. അത് പൊതുവെ അങ്ങനെ ആയിരുന്നു. ക്യാരക്ടേഴ്സ് അങ്ങനെ ആയിട്ട് നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെ അങ്ങനെ ഒരു ഫീല് വരുമല്ലോ. ധാരാളം എല്ലാ ഭാഷാ സിനിമകളിലും ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് ഏതോ ഒന്നിട്ട് കണ്ടിട്ടായിരുന്നു മുമ്പ് ലാഫിങ് സീങ് സീനിലേത്. സോ ഇന്നിപ്പോൾ ഒന്ന് നാരിയൽ പാനി എന്ന് ചോദിച്ചപ്പോൾ ചിരി വന്നു. നാരിയൽ പാനി ആരാണോ എന്തോ ആരോ തത്വത്തിൽ നോക്കട്ടെ. നടിയുടെ അമ്മ നാരിയൽ പാനി. പണ്ടൊക്കെ സിനിമയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഞാൻ സിനിമ നടിയുടെ അമ്മ എന്നും പറഞ്ഞ് ഏതെങ്കിലും സെറ്റിൽ പോയി അവിടെ ഇരുന്ന് ഇതുപോലെ നാരിയൽ പാനി കുടിക്കുന്നു ഞാൻ വിചാരിച്ചേ ഇല്ല. ഭക്ഷണം വന്നു. അമ്മു സെലക്ട് ചെയ്തിരുന്നുണ്ട് സാമ്പാറിൽ റൈസ്, കേർഡ് റൈസ് ആൻഡ് റൈത്ത. പിന്നെ നമ്മളിന്ന് നേരത്തെ ഒരു സാൻഡ്വിച്ച് കഴിച്ചു, ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു. അപ്പോഴേ നമ്മൾ തീരുമാനിച്ചു ലഞ്ചിന് നമ്മൾ വെജ് കഴിക്കത്തുള്ളൂ. കാരണം ഡിന്നറിനപ്പോൾ വേറെ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ സിനിമ നടിയുടെ അമ്മ ഫുഡ് കഴിക്കട്ടെ. സാമ്പാർ വെച്ചോണ്ടാ തൈര് സാമ്പാർ കൊള്ളാം. ആണോ? അത് കൊള്ളാം. സാമ്പാർ റൈസ് എരിയുണ്ട്. സാമ്പാർ റൈസ് ആണ് എരിയാണ്. അതെ, എനിക്കറിയില്ല. അല്ല, അത്ര എരിയൊന്നുമല്ല. അതാണ് എനിക്ക് റൈത്ത കൂടെ തന്നത്. കഴിക്കുന്ന അപ്പം ഞാൻ കഴിക്കട്ടെ. കഴിച്ചിട്ട് നോക്കാം. കുറേ നേരം ഇരുന്നു. ഒരു ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യാൻ കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നേ. ഒരു 30-40 പേർ ഡ്രസ്സ് ട്രൈ ചെയ്യാൻ കൊണ്ടുവന്നു.
എന്തായാലും ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സ്വീറ്റ് കൊണ്ടുവന്നു, അത് കഴിച്ചു. ഇപ്പോൾ അമ്മ അങ്ങോട്ട് ഷൂട്ടിന് പോയി. അപ്പം ഞാനിവിടെ ഇരിക്കുക. ഞാൻ അസിസ്റ്റൻ്റ് വന്ന് വിളിച്ചിട്ട് വരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക, ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ മടിച്ചിരിക്കുക. ഇന്നിനി മോളിലൊക്കെ പോകണം ഉണ്ടായിരുന്നു. നമുക്ക് പറ്റുമോയെന്ന് അറിയത്തില്ല. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇനി എന്തെടുക്കാനാണ്. ഞാൻ ഈ ക്യാരവാനിൽ ഇങ്ങനെ ചുമ്മാ റിലാക്സ് ചെയ്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. നല്ല രസമാണ് ഇതുപോലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കുറേ സമയം കിട്ടും. ഇങ്ങനെ പണ്ടെനിക്ക് ഇവരുടെയൊക്കെ കൂടെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ വലിയ ഇഷ്ടമാണ്. കുറേ നേരം നമുക്ക് ഫ്രീ ടൈം കിട്ടും. ഇന്നാണെങ്കിൽ എൻ്റെ കയ്യിലും വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാനില്ല. അല്ലെങ്കിൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സുഖമാവും, ഒരു ഡിസ്റ്റർബൻസും ഇല്ല. നമുക്ക് നമ്മുടെ വർക്ക് എല്ലാം ചെയ്യാം. എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ഈ ഷൂട്ട് ചെയ്യുന്ന ഈ വീഡിയോ മാത്രമേ ഉള്ളൂ എഡിറ്റ് ചെയ്യാൻ. അത് ഞാൻ നാളെ തിരിച്ച് പോകുമ്പോൾ മിക്കവാറും ഫ്ലൈറ്റ് ഞാൻ ഫ്ലൈറ്റ് വെച്ചാണെങ്കിൽ സാധാരണ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറ്. ഒരു 2 മണിക്കൂർ ഫ്ലൈറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങുന്നതിന് പകരം ഈ ഒരു വർക്ക് ചെയ്താൽ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ പണി കഴിയുമല്ലോ. ഞാൻ അങ്ങനെയാണ് എഡിറ്റ് ചെയ്യാറ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഇടുന്ന വീഡിയോസും ലൈക്ക് ഹൗ യു ആർ ലൈക്ക് വാച്ചിങ് ഇറ്റ്, ടേക്കിംഗ് ഇറ്റ് റിയലി സീരിയസ്ലി. എനിക്ക് നല്ല നല്ല കമൻസ് തരുന്നു ആൻഡ് മേക്കിംഗ് മീ ഫീൽ ലൈക്ക് ഐ എം എ പാർട്ട് ഓഫ് മോസ്റ്റ് ഓഫ് യുവർ ഫാമിലി പോലെ എല്ലാവരും എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതാണ്. ഐ എം റിയലി ബ്ലെസ്ഡ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ചെയ്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് വാസ് സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ അല്ലേ. എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും കൂടെ ഉന്തി തള്ളിയൊക്കെയാണ് ഞാൻ തുടങ്ങിയത്. തുടങ്ങുമ്പോൾ പോലും ഇതുപോലെ ക്യാമറ എടുത്തു വെച്ച് ക്യാമറയിലോട്ട് നോക്കി ഞാൻ സംസാരിച്ച് അത് എന്തെങ്കിലും പ്രസൻറ്റബിൾ ആകുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ ഓക്കെ ആയിട്ട് തോന്നുന്ന ഒരു സംഭവം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല കേട്ടോ. ഇപ്പോൾ പോലും ഞാൻ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ ഡോണ്ട് ഫീൽ എനിത്തിങ് ദാറ്റ് ഗുഡ് അബൌട്ട് മൈ സെൽഫ്. ഓക്കെ, ചിലപ്പോൾ സംസാരിക്കുന്നു, ഞാൻ എന്തോ സംസാരിക്കുന്നു, ലൈക്ക് ഇസ് ഇറ്റ് പ്രസൻറ്റബിൾ, ഇസ് ഇറ്റ് ഓക്കെ. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, കുറച്ച് റെക്കോർഡ് ചെയ്യും, പിന്നെ ആലോചിക്കും ശേഷം എന്തൊക്കെയോ ഞാൻ പറയും, ഞാൻ കട്ട് ചെയ്യാൻ വേണ്ട, ശരിയാവത്തില്ല, ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ഒരു യൂട്യൂബിൽ ഇടുന്നത് എന്നൊക്കെ എൻ്റെ മനസ്സിൽ കൊടുക്കും. പക്ഷെ ഞാൻ പിന്നെ അതിനെ എൻ്റെ എഡിറ്റിംഗ് ആപ്പിൽ കൊണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നും കുഴപ്പമില്ലല്ലേ, കട്ട് ചെയ്ത് കളയണ്ടല്ലേ, ഇത് വെച്ചേക്കല്ലേ, അങ്ങനെ എനിക്ക് തോന്നും. ഐ ഡോണ്ട് നോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇവിടെ നല്ല ഉറക്കം വരുന്നു. കുറേ നാളായി ഞാൻ ക്യാരവാനിലൊക്കെ വന്നിരുന്നിട്ട്. കാരണം ഇപ്പോൾ അമ്മൂൻ്റെ കൂടെയൊക്കെ ഇപ്പോൾ അവസരമൊന്നും ഞാനൊന്നും ഷൂട്ട്സ് ഒന്നും പോകാറില്ല. ഇതിപ്പോൾ അല്ലാതെ ഒരു ആഡ് ഷൂട്ട് പോലത്തെ ഷൂട്ട് ആയതുകൊണ്ടാണ്. അത് നമ്മളെപ്പോഴും പുതിയ പുതിയ സ്ഥലത്തോട്ടൊക്കെ വരുമ്പോൾ പറ്റിയ ഞാൻ കൂടെ വരും. നമുക്ക് അറിയില്ലല്ലോ എല്ലാവരെയും, ആൾക്കാരെയും ഒന്നും കറക്റ്റ് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കൂടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് വരുന്നത്. അവിടെ ആരോ കിടന്ന് തട്ടുന്നു, ആരോ നോക്കട്ടെ. Shoot is happening and I'm sitting here. Almost there. അങ്ങനെ ചടപടെ ഷൂട്ട് കഴിഞ്ഞു. ചടപടെ കഴിഞ്ഞില്ല, തുടങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി കഴിഞ്ഞു. വോയിസ് ഓവർ കൊടുക്കാനുണ്ടായിരുന്നു, അതുമൊക്കെ കൊടുത്തു, എത്തി. ഇനിയിപ്പോൾ നമ്മളൊന്ന് ചേഞ്ചൊക്കെ ചെയ്തിട്ട് നമ്മൾ റെഡിയായി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ റോഡ്, ഒരു ഏരിയയിൽ റോഡ് വളരെ മോശമായിരുന്നു. അപ്പോൾ ഡ്രൈവേഴ്സ് പറഞ്ഞത് പ്രൈവറ്റ് റോഡാണ്, കം കം പ്ലീസ്. അപ്പോൾ നന്നാക്കാതെ ഇട്ടേക്കുന്ന ഏതൊരു റോഡാണ്. അവിടുത്തെ കുട്ടികൾ മേക്കപ്പ് ഒക്കെ മുയലായിരുന്നു. അവന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒത്തിരി നേരത്തിന്, തിരിച്ചു പോകുമ്പോൾ ഇനി ആ റോഡ് എങ്ങനെ ക്രോസ് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ നാട്ടിൽ പഴംപൊരിയൊക്കെ സ്നാക്സ്, ഇവിടുത്തെ സ്നാക്സ് ഒക്കെ Bye, thank you. Tell Sonali also I said bye. Yeah. അങ്ങനെ സിനിമ നടിയുടെ അമ്മ എന്ന് പറയും വന്നിരുന്ന് തീറ്റി ഓടിച്ച് അവസാനമായിട്ട് ജിലേബിയും കിട്ടി. നല്ല ജിലേബി, ഇവിടെ ചൂടോടെ ആക്കിയതായിട്ട്, ടേസ്റ്റിംഗ് നൈസ്. നല്ലൊരു അസിസ്റ്റൻ്റ് നമ്മൾ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ പണി ചെയ്യുന്നുണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞു, ഞങ്ങൾ ഷൂട്ട് ബാക്കപ്പായി, ഞങ്ങളുടെ ബാക്കപ്പായി, ബാക്കി പലർക്കും ആൻഡ് വി പ്രിറ്റി ഹാപ്പി. കാരണം ഇപ്പം എന്താ സമയം 7:30. നമ്മുടെ ഹോട്ടലിൻ്റെ അപ്പുറത്തൊരു മോളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് വേഗം ഹോട്ടലെത്തി കഴിഞ്ഞിട്ട് ആ മോളിലോട്ട് പോകാമെന്ന്. പോയി ഒന്ന് കറങ്ങാം. ഇവിടെ സ്നാക്സ് എന്ന് പറയുന്നത് ഡിന്നറിനുള്ള സാധനം. സ്നാക്സ് ഡിന്നറായി നമുക്ക്. എന്നാലും കുറേ കഴിയുമ്പോൾ വിശക്കൊന്നും അറിയത്തില്ല, നോക്കാം.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ, വളരെ റിലാക്സ്ഡ് ആൻഡ് സ്വീറ്റ് മെമ്മറബിൾ എക്സ്പീരിയൻസ്. ഓർക്കാൻ ഒരു നല്ല നൈസ് ഡേ. നൈസ്, പോസിറ്റീവായിട്ട് തുടങ്ങി പോസിറ്റീവായിട്ട് എൻഡ് ചെയ്തു, താങ്ക്ഫുള്ളി. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അതൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. വന്നുകൊണ്ടിരിക്കുന്നു. സാറയിൽ കയറി ഒരു പാവപ്പാച്ചി കൊണ്ട് നോക്കണം തുടങ്ങി. നല്ല ടയർഡായിരുന്നു. മോളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ മൊബൈൽ എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആരെങ്കിലും തള്ളിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കാണുമ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. പാവപ്പച്ചി എല്ലാം കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാവേ. ഉള്ളി എടുക്കണം, അത് മാത്രം. ഉള്ളിൻ്റെ കൂടെ മിക്സ് ആക്കണം. ഉള്ളിയും കൂടി കഴിക്കുമ്പോഴാണ് ഫീല്. നല്ല ഭംഗിയാ. Nice view. Good night. Good night from Ammu also. ഗുഡ് മോർണിംഗ്. റോഡിലോട്ട് നോക്കിയപ്പോൾ നനവുണ്ട്. അപ്പം രാത്രി മഴ പെയ്തു എന്നാണ് തോന്നുന്നത്. എന്തോ മെട്രോ പോകുന്നു. ഗുഡ് മോർണിംഗ്. ഞാൻ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് ലേറ്റായിട്ട് എണീറ്റു, ലേറ്റായിട്ട് റെഡിയായി. എന്ത് സുഖം ഇങ്ങനെ ഓരോരുത്തർക്ക് ഫുഡ് കഴിക്കാൻ വരാൻ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ പോയി ഇങ്ങനെയെല്ലാം നോക്കി എടുത്തിട്ടൊക്കെ വന്നിട്ട് ആവശ്യമില്ല. ഇനി ഞാനിവിടെ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ആരും സിമി വിളിച്ചു. ഇറ്റ് വാസ് മൈ ഷിപ്പായിട്ടുള്ള മൈ സീനിയർ സിമി. ആൻഡ് സിമി ആക്ച്വലി അവിടെ ഊട്ടിയിൽ പഠിക്കുമ്പോൾ 8th സ്റ്റാൻഡേർഡോ മറ്റോ ഇപ്പോൾ സ്കൂൾ വിട്ടു പോയായിരുന്നു. അതിനുശേഷം ഒരു കോണ്ടാക്റ്റില്ല. സിമിയുടെ ഏതോ കസിൻസൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് തുടങ്ങി എപ്പോഴൊക്കെ അവിടെയൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ എന്നാലും വി നെവർ മെറ്റ് ആഫ്റ്റർ ദാറ്റ്. ആൻഡ് എൻ്റെ അനിയത്തി സിമി കുഞ്ഞായിരുന്നപ്പോൾ സിമിയെ വീട്ടിൽ വേറൊരു പെറ്റ് നെയിമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവൾ LKG ചേർക്കാൻ പോയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു സിന്ധുവിൻ്റെ പേര് ഇതായതുകൊണ്ട് നമുക്ക് S വെച്ചിട്ടൊരു പേരിടാമെന്ന് പറഞ്ഞപ്പോൾ ആ വെക്കേഷന് ഞാൻ ഊട്ടിയിൽ നിന്ന് വീട്ടിൽ പോയപ്പോൾ അയച്ചാ സിമി എന്നിട്ട് എനിക്ക് സിമി എന്ന് പറഞ്ഞൊരു സീനിയർ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിയെ. അങ്ങനെ ആ പേര് അങ്ങനെയാണ് സിമിക്ക് സിമി എന്ന് പേരിട്ടത്. ഞാൻ എപ്പോഴും സിമിയെക്കുറിച്ച് സിമിയുടെ പേര് യൂസ് ചെയ്യുമ്പോൾ ഐ ഓൾവേസ് തിങ്ക് ഓഫ് ഈ സിമി. ഐ വണ്ടർ യു സിമി എവിടെയാണോ എന്തോ. സോ ടുഡേ ഐ ഹാപ്പൻ ടു മീറ്റ് ഹർ ആൻഡ് ജസ്റ്റ് ഷോ യു. ഇറ്റ് ഈസ് എ വെരി സ്മോൾ പ്ലേസ്. എവിടെയോ ഇങ്ങനെ ചില എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ഇറ്റ്സ് സോ സർപ്രൈസിങ് അല്ലേ. നല്ല സ്പ്രെഡാണ്. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ബ്രേക്ക്ഫാസ്റ്റ്. ലെറ്റ് മീ ഷോ യു വാട്ട് ഓൾ ഐ ടുക്ക്. എന്താണ്, മധുരമാണോ ഉപ്പാണോ? ഉപ്പാണോ? ഞാൻ അതാ വിചാരിച്ചു. മോരുകറി പോലൊരു സാധനം. ഓക്കെ. What is it? Dhokla. How is it? Good. ഇരിക്കുന്ന മിക്കതും ഗുജറാത്തി ഐറ്റംസാണ്. ഇതെന്താണോ എന്തോ, പക്ഷേ ഇതും നമ്മളന്ന് കഴിച്ചു. പേര് മറന്നു. നൈസ്. ദിസ് ഇസ് റാഗി കൊണ്ടുള്ള ധോക്ല. ആക്ച്വലി ഇറ്റ്സ് നൈസ്. ഓ, അമ്മ എടുത്തില്ലല്ലോ. ടേസ്റ്റ് ഒരു കടി എന്താ?
ഇഡ്ഡലിയൊക്കെ പോലെ അല്ലേ? ലൈക്ക് ഐ തിങ്ക് യു കെൻ ഈറ്റ് ഇറ്റ് വിത്ത് ഡിഫറെന്റ് കറീസ്. കറി ഇല്ലാതെയും കഴിക്കാൻ പറ്റുന്നുണ്ട്. നൈസ്. ഐ തിങ്ക് ഇറ്റ്സ് ഫെർമെന്റഡ് ആൻഡ് ദെൻ മെയ്ഡ്. റെസിപ്പി നോക്കണം. അത് കൊള്ളാവും. കുഴപ്പമില്ല. ഇതിൽ ഇലയൊക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ആക്കി വെക്കുന്നത് എല്ലാത്തിനും ഒരേ ടേസ്റ്റാ. ആണോ? അതെന്തായിരുന്നു ഇത്? സം ഗാർഡൻ ഡോക്ലാസ്. പുതിയ പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യാൻ നമുക്ക് വലിയ ഇഷ്ടം. പേരെല്ലാം കൂടെ കൺഫ്യൂസ് ആയി. നൈസ്. വലിയ പാൻകേക്ക് കഴിച്ചു തീർക്കാൻ എന്തായാലും കഷ്ടപ്പെടും. നമ്മുടെ സ്ട്രോബെറി ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പാൻ കേക്കിൻ്റെ കൂടെ സ്ട്രോബെറിയാണ് ഇഷ്ടം. വെരി സാഡ്. ഇതൊരു ഫ്ലഫി പാൻ കേക്ക്. അല്ലേ? കാണാൻ വലിയ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഹോട്ടൽ ഇതാണ്. ഇവിടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞു വഴിയുണ്ട്. ഈ വഴി കൂടെ ഇറങ്ങിയാൽ അതോ അവിടെ കാണുന്നതാണ് ഒബ്റോയ് മോൾ. അത് നമുക്ക് ആ മോളിലോട്ട് പോകാം. ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി. വീണ്ടും നമ്മൾ മോളിൽ വന്നു. അമ്മൂന് ഇന്നലെ വാങ്ങിയ ഡ്രസ്സ് ഒന്ന് പാട്ട് പൊട്ടോട്ടെ ഇന്നലെ വാങ്ങിച്ച ഡ്രസ്സ് ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ എനിക്കിവിടെ സെഫോറ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ലിപ് ലൈനറുണ്ട്. PAC എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മോവ് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ്. അത് കുറേ നാളായിട്ട് എനിക്ക് ഓൺലൈനിൽ കിട്ടുന്നേ ഇല്ല. അപ്പോൾ എൻ്റെ ലിപ് ലൈനർ എനിക്ക് കറക്റ്റായി ഞാൻ ഉദ്ദേശിക്കുന്ന കിട്ടാതാകുമ്പോൾ എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു ലുക്ക് കിട്ടത്തില്ല. ഇവിടെ ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മൂന് പാനിപൂരി ഒരിക്കൽ കൂടെ കഴിക്കാനൊരു കൊതി. രണ്ട് വെള്ളം രണ്ടാണ്. My mouth is quite small. कल ना पानी थोड़ा और ठंडा था. ജസ്റ്റ് ആയ പാനി इसके लिए थोड़ा कम ठंडा है. तो कुछ समय पे ठंडा हो जाएगा. ഫുഡിന്റെ കാര്യത്തിൽ എനിക്കൊരു കപ്പാസിറ്റി സംശയമില്ല. അതിൽ മുക്കി കഴിക്കണം. അയ്യോ, എനിക്ക് കപ്പാസിറ്റി ഇല്ല.
കുഞ്ഞുമായാണ്, കപ്പാസിറ്റി കുറവാണ്. ബോംബെയിൽ വന്നിട്ട് പാനിപൂരി നല്ലപോലെ കഴിച്ചില്ല എന്ന് വേണ്ട. ഇന്നലെ ഇവിടുന്ന് വേറെ കുറേ സാധനങ്ങൾ നമ്മൾ കഴിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും കഴിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഹോട്ടലിൽ പോയി ലഞ്ച് കഴിച്ചിട്ട് എയർപോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കണ്ട, എയർപോർട്ടിൽ പോയിട്ട് വിശന്നാൽ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കും. അപ്പോൾ ഇനി റൂമിലോട്ട് പോകും. ഈ മോളിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി ഒന്ന് റോഡ് ജസ്റ്റ് ക്രോസ് ചെയ്താൽ നമ്മുടെ ഹോട്ടലിൻ്റെ കോമ്പൗണ്ട്. അങ്ങനെ ഷോർട്ട് ആൻഡ് സ്വീറ്റായ ഒരു ബോംബെ ട്രിപ്പ് ഓൾമോസ്റ്റ് ഗെറ്റിംഗ് ഓവർ. ഈ റൂമിൽ പോയി സാധനങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയായി ഇറങ്ങണം. നമുക്ക് പോളം. കാർ ഓൾറെഡി വന്നു കഴിഞ്ഞു, വെയിറ്റ് ചെയ്യുക. നൈസ്. ഇങ്ങനത്തെ ചെറിയ ട്രിപ്സ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ലൈക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദിവസം മാറി നിൽക്കുന്നുമില്ല. അതായത് നമുക്ക് വരുമ്പോൾ ഒരു വളരെ ഹോൾസം ആയിട്ടുള്ളൊരു കുട്ടി വർക്ക് ആൻഡ് വെക്കേഷൻ ചെറിയൊരെണ്ണം കിട്ടുവാണല്ലോ. ഇറ്റ്സ് റിയലി നൈസ്. ഇവിടെ ഓരോ പ്രാവശ്യം പുറത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ബാഗും വാങ്ങിയിട്ട് വന്ന സാധനങ്ങളും എല്ലാം സ്കാൻ ചെയ്യണം. സോ വി ആർ ചെക്കിംഗ് ഔട്ട്. എല്ലാം റെഡിയായി. നമ്മൾ താഴെ പോകുന്നു. ആൻഡ് എപ്പോൾ നമ്മളൊരു ഇഷ്ടപ്പെട്ട റൂമിൽ താമസിച്ചാൽ നമ്മൾ പോകുന്നതിന് തൊട്ട് മുന്നേ വി ടേക്ക് എ സെൽഫി. സോ ദിസ് ഇസ് എ സെൽഫി ദാറ്റ് വി ടുക്ക് ടുഡേ. സോ ബൈ 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 റൂം ബൈ. വി ആർ എ നൈസ് സ്ലീപ്പ്. ഇറ്റ് വാസ് റിയലി നൈസ്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ രണ്ടുപേരും മാത്രമൊക്കെ ആണെങ്കിൽ ഈസിയാണ് നമുക്ക് പാക്ക് ചെയ്ത് ഇറങ്ങാൻ. മറ്റേ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ചുറ്റി നടന്ന് തപ്പണം, എന്തെങ്കിലും മറന്നോ എന്നൊക്കെ. കൊച്ചു പിള്ളേരല്ല, വലിയ പിള്ളേരാണ്. പക്ഷേ എനിക്ക് അമ്മൂൻ്റെ ഇളയതല്ല, എനിക്ക് കൊച്ചു പിള്ളേരാണല്ലോ. സോ വി ആർ ലീവിങ്. സോ ഇനി നമുക്ക് പോകുന്ന വഴി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ലിറ്റിൽ ബിറ്റ് ഉണ്ടെങ്കിൽ ആൾ ഷെയർ വിത്ത് യു. സോ ബൈ. എൻ്റെ സൽവാർ പോലെയുണ്ട് ഇന്നത്തേക്കുള്ള അറേഞ്ച്മെൻറ്റ്. സോ ബൈ. വെസ്റ്റേൺ നൈസ് പ്ലേസ്. എയർപോർട്ട് എത്തി. ഇവിടെ ഭയങ്കര ഒരു ചന്തയായിരുന്നു ബോംബെ എയർപോർട്ട്. നമ്മൾ യൂഷ്വലി വന്ന് കയറുന്ന സ്ഥലമല്ല, അതൊന്ന് മറ്റൊരു കൗണ്ടറൊക്കെ ആയിരുന്നു. എന്തോ എല്ലാം കഴിഞ്ഞു. നമ്മൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് സമാധാനമായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ ഗേറ്റ് 22 അവിടെ വന്ന് വെയിറ്റ് ചെയ്യുക. അണ്ടർ 15 ഒരു ക്രിക്കറ്റ് ടീമാണ് കേരളയുടെ. അതേപോലെ പഞ്ചാബ് മാച്ച്. അപ്പോൾ ബോംബെയിൽ നടന്ന മാച്ച് ജയിച്ചു എന്ന് പറയും. നല്ല കുട്ടികൾ എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇന്ന് നമ്മുടെ ഫ്ലൈറ്റിൽ സി ഹൂ വാസ് ദാറ്റ്. കളിക്കാൻ
back home. So see you all soon in my next video. Okay, till then, take care. Bye.